കൊച്ചി എടയാർ വ്യവസായ സ്ഥാപനത്തിലെ തീപിടുത്തത്തിൽ മരിച്ചത് ബീഹാർ സ്വദേശിയായ തൊഴിലാളിയെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നിരവധി പേർക്ക് പൊള്ളലേറ്റിരിക്കുന്നു. 30 പേരാണ് കമ്പനിയിൽ ഉണ്ടായിരുന്നത്. ഓയിൽ ടാങ്കിനാണ് തീപിടിച്ചത്. കമ്പനിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ലായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. SS ശരനുണ്ട് വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ തീപിടുത്തത്തിൽ മരിച്ചത് ഒരു ബീഹാർ സ്വദേശി എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? നിരവധി പേർക്ക് പൊള്ളലേറ്റു എന്ന വിവരമുണ്ടായിരുന്നു. അത് എത്രത്തോളം ഗുരുതരമാണ്? 30 പേരാണ് അവിടെ ജോലിക്കുണ്ടായിരുന്നത്. സ്മൃതി, ആ സമയത്ത് 30 പേരാണ് അവിടെ ജോലി ചെയ്തിരുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചത്. ബീഹാർ സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല, അത് പുറത്ത് വന്നിട്ടില്ല. അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഉള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം നേരത്തെ, അതായത് തീപിടുത്തം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. അപ്പോൾ ഈ ബ്രോയിലർ ഓഫ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്, ബ്രോയിലർ ഓഫ് ചെയ്യാനായിട്ടാണ് ഈ ബീഹാർ സ്വദേശി അവിടേക്ക് പെടുന്നത്. പിന്നീട് കത്തിക്കഴിഞ്ഞ മറ്റ് ജീവനക്കാർ, അങ്ങനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയ എടയാറിലെ വ്യവസായ സ്ഥാപനത്തിലുണ്ടായ ആ തീപിടുത്തത്തിൽ മരിച്ചത് ബീഹാർ സ്വദേശിയായ തൊഴിലാളിയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. 10-30 പേർ ആ സ്ഥാപനത്തിൽ അപ്പോൾ പണി ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. തീപിടുത്തത്തിൽ വലിയ സ്ഫോടനമുണ്ടായി. ആ പൊട്ടിത്തെറിയിലാണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. നിരവധി പേർക്ക് പൊള്ളലേറ്റിരിക്കുന്നു. പൊള്ളലേറ്റവരെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. തീപിടുത്തമുണ്ടായത് പാതാളം CG ലൂബ്രിക്കൻസിലാണ്. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്.